2026 തുടങ്ങിയപ്പോൾ തന്നെ ഒരു പനിയും ജലദോഷമൊക്കെ ആണല്ലോ. പക്ഷെ ഞാൻ കട്ടയ്ക്കൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം ഞാൻ മാക്സിമം കുക്ക് ചെയ്യും, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുന്നുള്ളത്. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒത്തിരി അവോയ്ഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മളുടെ ഈസി ആൻഡ് ലേസി പനീർ ബുർജി ഉണ്ടാക്കിയാലോ. ഹൈ പ്രോട്ടീൻ ആൻഡ് 10 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം. ബാ, ആദ്യം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് ജീരയിട്ട് പൊട്ടിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാൻ ഇവിടെ 200 ഗ്രാംസ് ഓഫ് പനീറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. അതിട്ടിട്ട് നല്ലോണം കടുകുട ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ കുനുകുനാന്നാണ് അരിഞ്ഞിരിക്കുന്നത്. നോക്കിയേ, നല്ല വഴന്ന് നല്ല പരുവായിട്ടില്ലേ. ഇടയ്ക്ക് വെച്ച് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചില്ലിയും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഷ്ടത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊടിച്ച് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5-10 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നതാണ് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് ഒന്ന് എലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, കസൂരി മേത്തി. അതും കൂടി പൊടിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പനീർ ബുർജി റെഡി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചപ്പാത്തിനോട് കഴിക്കാൻ ബെസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.